ഫ്രണ്ട്സ്, വെൽക്കം ടു ചൈനീസ് കുട്ടി വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലം ആശ്രാമ മൈതാനത്ത് കൈത്തറി ഓണം മേള ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ കുടുംബശ്രീ ഫെസ്റ്റ് ആയിട്ടാണ്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾ ഫസ്റ്റിൽ ഇവിടെ ഫാം ഐറ്റംസ് ആയിരുന്നു ഉള്ളത്. ഒരുപാടും കാര്യങ്ങളും കൊച്ചു ചിക്കൻസും അങ്ങനെ അതാണെങ്കിൽ ഗീനി അങ്ങനത്തെ പറഞ്ഞ പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു സാധനങ്ങളും പിന്നെ ഫിഷും ധാരാളം ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെയൊക്കെ നോക്കി വലിയ ഫെസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിവിടെ കയറിയപ്പോഴത്തേക്കും ഷോ ഒക്കെ തീർന്നു. കസേരയൊക്കെ എടുക്കുമായിരുന്നു ഇവിടുന്ന്. അപ്പം അതിനു മുമ്പും നമ്മൾ വന്നപ്പോഴും ഇതൊക്കെ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. പക്ഷെ അതുപോലെയാണ് ഇപ്പോഴും ഇവിടെ നിറയെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റ് അല്ല, ഇവിടെയും അങ്ങനത്തെ ഓരോരോ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെയൊക്കെ വരുമ്പം ഫുഡ് വരത്തില്ല. പിന്നെ അങ്ങോട്ട് വെളിയിലോട്ട് ഒരു പ്ലാന്റിങ് ഏരിയ ആണ്. നിറയെ പ്ലാന്റ്സ് ആണ് ഇവിടെ. ഇങ്ങോട്ടും നിറയെ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ കയറി കണ്ട്. നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് പ്ലാന്റ്സ് ഒക്കെ നോക്കാനായിട്ട് നമ്മൾ ഓരോ നോക്കും. പിന്നെ അങ്ങനെ ഓരോ നോക്കുമ്പോഴും നല്ല വെറൈറ്റി ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്തെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ കൊച്ചു തട്ടുകടകളുണ്ടായിരുന്നു. പാനിപൂരി, മുളക് ബജി ബാംഗ്ലൂരിലുള്ള അതൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പം അവിടെ ഇപ്പുറത്ത് തന്നെ ടോയ്സും ഉണ്ട്. ആ ടോയ്സിൻ്റെ അകത്തും കുറച്ച് ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ടോയ്സ് എല്ലാം വേറെ ടോയ്സിൻ്റെ അകത്തും പിന്നെ വേറെ ഒരു പലഹാരത്തിനകത്തും വേറെയും കുറേ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ഫെസ്റ്റിലൊക്കെ നമ്മൾ ആ ഫെസ്റ്റിലൊക്കെ ഇറങ്ങിയിട്ട് വേറെ കുറേ ഫെസ്റ്റിലൊക്കെ കയറിയപ്പോഴത്തേക്കും അവിടെയും ഇതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഈ റാൻസും അതൊക്കെ ആയിരുന്നു. പിന്നെ ആ സർക്കസ് ഷോ ഉണ്ടായിരുന്നു. നമ്മളിനി അടുത്ത വട്ടം പോവും. അപ്പം ഇത് അടുത്ത ഒരു ഷോ ആയിരുന്നു. ഇത് നമ്മളിവിടെ 2 ഷോസാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് കയറുമ്പോഴേ ഇതേ പറഞ്ഞാലും ഇവിടെ ധാരാളം അലുവയും ഇങ്ങനെ പാത്രങ്ങളും അതുപോലെ ഒരുപാട് സിസേഴ്സും സ്ക്രബ്ബേഴ്സും അങ്ങനെ കോമ്പും പിന്നെ ഇവിടെ കുറച്ച് ടോയ്സും ബാഗ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ആയിരുന്നു. ഡ്രസ്സിങ് ഏരിയ ആണല്ല, ഇവിടെ മുഴുവൻ ഡ്രസ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ധാരാളം ഡ്രസ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പാൻറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.